ഹർത്താൽ എന്ന് പറയുന്നത് കാലഹരണപ്പെട്ട ആശയമാണ് എന്ന് തെളിയിച്ച മറ്റൊരു ദിവസം കൂടിയാണ് കടന്നുപോയത്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇന്നലെ നമ്മുടെ നാട്ടിൽ കേരളത്തിൽ ഒരു ഹർത്താൽ ഉണ്ടായിരുന്നു. നിതിൻ രാജ് എന്ന് പറയുന്ന ഡെന്റൽ സ്റ്റുഡന്റിന് അദ്ദേഹത്തിന് നീതി വേണം എന്ന് പറഞ്ഞുകൊണ്ട് 60-ലധികം ദലിത്, ആദിവാസി ആൻഡ് ബഹുജൻ ഓർഗനൈസേഷൻസ് കണ്ടക്ട് ചെയ്ത ഒരു ഹർത്താലാണ് നമ്മൾ ഇന്നലെ കണ്ടത്. അപ്പം ഹർത്താലിനകത്ത് കാണാൻ പാടില്ലാത്ത കുറേ കാര്യങ്ങളും കൂടെ കണ്ടു എന്നുള്ളതായിരുന്നു അതിലത്തെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ്. അപ്പം ഇന്നലെ നമ്മളെല്ലാവരും ഇച്ചിരി വേദനയോടെ കണ്ടൊരു കാര്യം, ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി പോകുന്ന ഒരു പേഷ്യൻറ്റിനെ വഴിയിൽ തടഞ്ഞു നിർത്തുന്ന ഒരു കാഴ്ചയാണ്. ഇതൊക്കെ എന്ത് തരം മനുഷ്യത്വമില്ലായ്മയാണെന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്, ഈ എക്സാം ഉള്ള കുട്ടികളെ തടഞ്ഞു നിർത്തുക എന്ന് പറയുന്നൊരു കാര്യമായിരുന്നു. പിന്നെ വേറൊരു കാഴ്ച കണ്ടത്, ഹർത്താലാണ്, എല്ലാം ക്ലോസ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് ഹർത്താലിൻ്റെ ആഹ്വാനമായിട്ട് വണ്ടി തടയാൻ ഒരു ചേട്ടൻ വണ്ടിയിൽ പോകുന്നതിന് ഒരു ചെറുപ്പക്കാരൻ തടയുന്ന ഒരു കാഴ്ചയൊക്കെയാണ്. അങ്ങനെ മൊത്തത്തിൽ ഇന്നലത്തെ ഹർത്താൽ എന്ന് പറയുന്നത് എന്തൊക്കെ കാരണങ്ങളെ കൊണ്ട് ഹർത്താൽ ഉണ്ടാവാൻ പാടില്ല എന്നതിൻ്റെ മറ്റൊരു ഉദാഹരണമായിട്ട് മാറി. നിങ്ങൾക്ക് ഈ ഹർത്താലിൻ്റെ ഹിസ്റ്ററി ഒക്കെ അറിയുമായിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മുടെ നാട്ടിൽ ഈ ഒരു ഹർത്താൽ എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്തത് ഗാന്ധിജി ആയിരുന്നു. അപ്പം ഹർത്താൽ, ഐ തിങ്ക് ഇറ്റ്സ് ഒരു ഗുജറാത്തി ടേമാണ്. ഇതിൻ്റെ മീനിങ് തന്നെ കംപ്ലീറ്റ് ക്ലോഷർ എന്നാണ്. എല്ലാത്തിനും ലോക്ക് ഇടുക, എല്ലാത്തിനും ക്ലോഷർ, അങ്ങനത്തെ ഒരു മീനിങ് ആണ് ഇതിനുള്ളത്. അന്നത്തെ കാലത്ത് മേ ബി ബ്രിട്ടീഷുകാർക്കെതിരെ ഉപയോഗിക്കാനുള്ള ഒരു നല്ല ആയുധമായിട്ട് നമുക്കിതിനെ കൺസിഡർ ചെയ്യാമായിരുന്നു. മൊത്തത്തിൽ എല്ലാ കമ്പനികളും പൂട്ടിയിടുന്നു, മൊത്തത്തിൽ എല്ലാത്തിനെയും നമ്മൾ ബഹിഷ്കരിക്കുന്നു, എല്ലാ ഫീൽഡും ഷട്ട് ഡൗൺ ചെയ്യുന്നൊരു സിറ്റുവേഷൻ ഉണ്ടാവുന്നു. ഇതൊക്കെ അന്ന് ഓക്കെ ആണ് എന്ന് നമുക്ക് പിന്നെയും പറയാം. പക്ഷെ എല്ലാ കാലത്തും അതിനെ കൊണ്ട് ഭയങ്കരമായിട്ടുള്ള എക്കണോമിക് ലോസ് മാത്രമേ ഉണ്ടാവാറുള്ളൂ. ഇപ്പോൾ കേരളത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ നാട്ടിലൊക്കെ ഒരു ചൊല്ലുണ്ട്, എന്താ അത്, പേര് പൊന്നമ്മ കഴുത്തിൽ വാഴനാരെന്നൊക്കെ പറയുന്നൊരു ചൊല്ല് കേട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതുപോലെയാണ് കേരളത്തിൻ്റെ ഒരു അവസ്ഥ. നമ്മളെപ്പോഴും പറയും നമ്മൾക്ക് ഭയങ്കര 100% ലിറ്ററസി ഉണ്ട്, അതുണ്ട് ഇതുണ്ടെന്നൊക്കെ പറഞ്ഞിരിക്കും എന്നല്ലാണ്ട് നമ്മുടെ ഇൻഫ്ലേഷൻ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടിയ ഇൻഫ്ലേഷൻ ആണെന്നാണ് കേൾക്കുന്നത്. അപ്പം അത്രയും ഭീകരമായിട്ടുള്ള വിലക്കയറ്റമുണ്ട്. ഒരു ദിവസം ജോലിക്ക് പോയില്ലെങ്കിൽ വീട്ടിൽ അടുപ്പ് പുകയാത്ത കുടുംബങ്ങൾ ഇപ്പോൾ കേരളത്തിൽ ഒരുപാടുണ്ട് എന്നുള്ളതാണ് സത്യം. ഇവിടെ എത്രയൊക്കെ ദാരിദ്ര്യ വിമുക്തമാണ് നമ്മുടെ നാടെന്നൊക്കെ പറഞ്ഞാലും അങ്ങനത്തെ ബുദ്ധിമുട്ടുള്ള ഒരുപാട് ഫാമിലീസിനെ നമ്മുടെ ചുറ്റിലും നമുക്ക് കാണാനായിട്ട് സാധിക്കും. അങ്ങനെയുള്ള ആൾക്കാർ, ഒപ്പം തന്നെ ഓൾറെഡി കച്ചവടം മോശമായിട്ടിരുന്നിട്ട് ഒരു ദിവസം ഷോപ്പ് അടച്ചിട്ടിട്ടുണ്ടെങ്കിൽ അത് അതിഭീകരമായിട്ടുള്ള സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കുന്ന ആൾക്കാർ, മൊത്തത്തിൽ എല്ലാത്തിനെയും ബാധിക്കുന്ന ഒരു അവസ്ഥയിലാണ് കേരളം ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഒട്ടും യോജിച്ച ഒരു കാര്യമല്ല ഈ ഹർത്താൽ എന്ന് പറയുന്നത്. മരിച്ചുപോയിട്ടുള്ളൊരു വിദ്യാർത്ഥിക്ക് നീതി കിട്ടണം എന്ന് പറഞ്ഞിട്ട് നടത്തിയിട്ടുള്ള ഒരു ഹർത്താലിൽ ഓൾറെഡി ജീവന്റെ കാര്യത്തിൽ മല്ലിട്ടുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ, ക്യാൻസർ പേഷ്യൻ്റ് ആയിട്ടുള്ള ഒരാളിനെ വഴിയിൽ തടഞ്ഞു നിർത്തുക, അയാളുടെ ചികിത്സ നിഷേധിക്കുക, അയാളുടെ ലൈഫിന് റിസ്ക് ഉണ്ടാക്കുക എന്നൊക്കെ പറയുന്നത് എന്ത് തരം ലോജിക്കാണെന്ന് എനിക്ക് മനസ്സിലാവണില്ല. ഇതൊക്കെ പ്യോർ മനുഷ്യപ്പറ്റില്ലായ്മയാണെന്നാണ് എനിക്ക് തോന്നിയത്. മാത്രമല്ല, ഇത്തരം കാര്യങ്ങളൊക്കെ കാണുന്ന സമയത്ത് സത്യത്തിൽ നിതിൻ രാജ് എന്ന് പറയുന്ന കുട്ടിക്ക് നീതി കിട്ടുക എന്നുള്ളത് തന്നെയായിരുന്നോ, അതോ വേറെ എന്തെങ്കിലുമൊക്കെ ആണോ ഇവർ ഉദ്ദേശിക്കുന്നതെന്നൊക്കെ നമുക്ക് തോന്നിപ്പോകും. ഹർത്താൽ, ഇന്നലത്തെ ഹർത്താലിൻ്റെ പേരിൽ ഹൈക്കോടതി സ്വമേധയാ കേസ് എടുത്തിട്ടുണ്ടെന്നൊക്കെയാണ് അറിയാൻ കഴിഞ്ഞത്. ആൻഡ് ഇനി ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ചിന്തിക്കേണ്ട വേറൊരു കാര്യം എന്താ വെച്ചാൽ, ജനജീവിതത്തിനെ സ്തംഭിപ്പിക്കുന്ന ഏത് സമരമുറയും പുതിയ കാലത്ത്, ആധുനിക കാലത്ത് വളരെ തെറ്റായിട്ടുള്ള ഒരു ആശയം തന്നെയാണ്. അതിനൊന്നും വലിയ സപ്പോർട്ട് കിട്ടാൻ വേണ്ടി പോകുന്നില്ല. ഇനി എൻ്റെയൊക്കെ നാട്ടിൽ ഞാൻ വിചാരിച്ചിരുന്നത് ഭയങ്കര ഭീകരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും എന്നൊക്കെയാണ്. കാരണം രാവിലെ തൊട്ട് അതുപോലെയുള്ള ന്യൂസൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. പക്ഷേ എൻ്റെ ഒന്നും നാട്ടിൽ ഹർത്താൽ ഉണ്ടായി എന്നുള്ള തരത്തിലുള്ള യാതൊരു കൂസലും അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ചിന്ത പോലും ഇല്ലാണ്ടാണ് ആൾക്കാർ അവരവരുടെ കാര്യം നോക്കിക്കൊണ്ടിരുന്നത്. ഇവിടെയൊക്കെ നല്ലപോലെ ഓട്ടോറിക്ഷകൾ ഓടിയിട്ടുണ്ട്, നല്ലപോലെ ബസ്സുകൾ ഓടിയിട്ടുണ്ട്, കടകളൊക്കെ തുറന്ന് പ്രവർത്തിച്ചിട്ടുണ്ട്. കാരണം എല്ലാവർക്കും ജീവിക്കാനുള്ള ഒരു ബുദ്ധിമുട്ടിലാണ് മനുഷ്യർ. അപ്പം ഇനി നിങ്ങളൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങൾ ഇതിനു വേണ്ടി ഇറങ്ങും എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിലാണ് ആൾക്കാർ പുറത്തോട്ട് ഇറങ്ങിയതൊക്കെ. സോ എനിക്ക് പറയാനുള്ള കാര്യം ഇത്രയേ ഉള്ളൂ. ഹർത്താൽ എന്നൊക്കെ പറയുന്നത് കാലഹരണപ്പെട്ട ഒരാശയമാണ്. രാജ്യത്തിൻ്റെ GDP വരെ എഫക്റ്റ് ചെയ്യുന്ന വളരെ മോശം ഒരു പരിപാടിയായിട്ടാണ് ഹർത്താലിനെ എനിക്ക് തോന്നിയിട്ടുള്ളത്. ചെറിയ കുട്ടികളായിരുന്ന സമയത്ത് ഹർത്താൽ ഉണ്ടെന്ന് പറയുമ്പോൾ സ്കൂളില്ലല്ലോ എന്ന് ആലോചിച്ചിട്ട് സന്തോഷിക്കുക എന്നുള്ളത് മാത്രമാണ് നമുക്കൊക്കെ അറിയാമായിരുന്ന ഒരു കാര്യം. പക്ഷേ ആസ് വി മെച്യൂർ, നമ്മൾ വലുതാവും തോറും ഇതിൻ്റെയൊക്കെ ദോഷങ്ങൾ നമ്മൾ മനസ്സിലാക്കുകയാണ്. സോ ഒരു ആശയം ഔട്ട്ഡേറ്റഡ് ആണെങ്കിൽ അതിനെ തള്ളിക്കളയുക. പിന്നെ ഒരാൾക്ക് നീതി വേണം എന്നുള്ളത് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. കുട്ടിക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളത്
ആദ്യം അന്വേഷിച്ച് കണ്ടുപിടിച്ച് നീതി വേണ്ടിടത്ത് നീതി നേടിക്കൊടുക്കുക തന്നെ വേണം. പക്ഷെ അതിന് കുറെ കൂടെ എന്താ പറയുക, ആളുകൾക്ക് സ്വീകാര്യമായിട്ടുള്ള, ഒപ്പം തന്നെ കുറെ കൂടെ ഇമ്പാക്റ്റ്ഫുൾ ആയിട്ടുള്ള ഒരു മാർഗം നമ്മൾ സ്വീകരിക്കണം എന്നുള്ളത് മറക്കരുത്.